പേര ഹൈറ്റ് വെക്കാതിരിക്കാൻ ഞാൻ ചെയ്യൽ ഇങ്ങനെയാണ്. ഇത് പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചു. ഇതൊരു ഷേപ്പില്ലാത്തൊരു പേരയായിരുന്നു. പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിളർത്തിട്ട് എൻ്റെ പേരക്ക 17 പേരൊക്കെ ഉണ്ട്. അതിനെല്ലാം പാറുവട കടിച്ച് കളഞ്ഞു. ഇപ്പോൾ ഒന്നും ഭക്ഷണമില്ലാതെ സമയമല്ലേ. ഇക്കൊല്ലം മാമ്പഴമെല്ലാം കുറവായ കാരണം ഒരു ഫ്രൂട്ട്സും വെച്ചേക്കുന്നില്ല. തൈ ഒന്നുണ്ടായി. ഇതൊന്ന് നാളെയൊക്കെ കഴിക്കുമായിരിക്കും. ഇന്നലെ 3 എണ്ണം ഇതിൻ്റെ മേലെ ഉണ്ടായിരുന്നു, ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ എല്ലാം കത്രികേൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിൽ ഇങ്ങനെ തല നുള്ളിക്കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഹൈറ്റ് കൂടുമ്പോൾ നമുക്കിത് പറിക്കാൻ വലിയ വിഷമമാണ്. ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇത്രയും ഇതിൽ നിന്ന് നുള്ളി കളഞ്ഞു. ഇനി ഈ നുള്ളിയതിൻ്റെ ഈ സൈഡിൽ നിന്നെല്ലാം പേരൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരാഴ്ച കഴിയുമ്പോഴും പേരൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ വർഷം ഒരു ഗ്രാഫ്റ്റ് ചെയ്ത തൈ, തീരെ ഷേപ്പില്ലാതൊരു തൈയായിരുന്നു. ഞാനെന്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ വരുന്ന സമയത്തല്ല ഇതിങ്ങനെ നുള്ളി പൊട്ടിച്ചു കൊടുക്കും. ഇത് പൊട്ടിക്കും. ഇതൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ ആഴ്ച നുള്ളിയതാണ്. 2 എണ്ണം ഉണ്ടാകുന്ന മുമ്പ് നുള്ളിയതെല്ലാം. ഇതിൻ്റെയൊക്കെ മണ്ണുള്ളതേനും കുറേ പക്ഷി കൊണ്ടുപോയത്. ഇത്തിരി നുള്ളിയ സ്ഥലത്തെല്ലാം എന്താ ഇതേപോലത്തെ ഉണ്ട്. ഇത്രയുണ്ട്. ഇനി കുറച്ച് ഒരു പേരക്ക വളമെടുത്ത് കഴിഞ്ഞ പാട് ആദ്യം ഇങ്ങനെ. ഇതൊരു അബിയു ചെടിയാണ്. ഇതും ഞാനിങ്ങനെ ഉള്ളിക്കൊടുത്തതാണ്. ഇത്രയുള്ള 2 കൊമ്പുള്ളതായിരുന്നു. ഇത് പൊട്ടിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം എന്തെങ്കിലും ജൈവലായനി പോലത്തെ ജൈവവളത്തിൻ്റെ ഒരു ലായനി ഒഴിച്ച് കൊടുത്താൽ. ഈ ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് ഞങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ട്. വേണ്ടുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഒരു ചെടി വെറും കല്ലും വിൽക്കണ്ട. മിനിഞ്ഞാന്നത്തെ കാറ്റും മഴയിലും ഞങ്ങൾ മൊട്ടവും പുളിയെല്ലാം ഒടിഞ്ഞു പോയി. കുറച്ച് പഴുത്തത് കിട്ടീന്. അങ്ങനെ 1.5 പറിച്ചെടുക്കുന്നതായിരുന്നു.